മപ്പാട്ടുകര ചെക്ക് ഡാമാട്ടോ മെയ് 20 എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അന്നെടുത്ത വീഡിയോ കഴിഞ്ഞ് അന്ന് വെള്ളം കൂടിയിട്ട് എടുത്തതാട്ടോ. ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ, ഇനി കുറയില്ല. ഇനി 4-5 മാസം കഴിയണം ഈ വെള്ളം കുറയണമെങ്കിൽ. വെള്ളം അങ്ങോട്ട് കൂടി വന്നിട്ട് ആ ചെക്കന്മാർ നിൽക്കണ മതിൽ കണ്ടില്ലേ, അതിൻ്റെ മേലെ എത്തും വെള്ളം. ആ ഭാഗത്തു കൂടെ ഒക്കെ വെള്ളക്കാരം. അപ്പോൾ അത്രയും കൊണ്ടുണ്ടാവും വെള്ളം കേട്ടോ. കലങ്ങി മറിഞ്ഞ് ഇങ്ങനെ ഇതിൽ കൂടെയൊക്കെ എന്ത് ചാട്ടാക്കാരം വെള്ളം എന്നറിയോ. ഇവിടെയൊക്കെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ജ്യൂസാക്കിയും തരും. അത്രയും പവറിലാക്കാരം അവിടെ വെള്ളം ചാടുക. മുകളിൽ അവിടെ ഷട്ടറുണ്ട്, ഇവിടെ ഇങ്ങനെ തടയണുണ്ട് എന്നും കൂടി അറിയില്ല. അമ്മാതിരി രീതിയിലാക്കാരം വെള്ളം. രാവിലെ എത്ര വെള്ളം വന്നാലും ഞാൻ പുഴയെ കുളിക്കൂട്ടോ. എവിടെ ഗ്യാപ്പ് വെച്ചാൽ അവിടെ പോയി കുളിക്കും. ചില തൊടുവിലൊക്കെ നിന്നിട്ടൊക്കെ കുഴം കുളിക്കുക. ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് കുളിക്കാൻ നിൽക്കില്ല. എത്ര കലങ്ങിയ വെള്ളമാണെങ്കിൽ എത്ര മലമറിഞ്ഞ വെള്ളമാണെങ്കിലും പുഴയെന്നേ കുളിക്കുള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പാക്കാരം കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിന് ഐസ് വെള്ളമാക്കാരം. വേനൽക്കാലത്ത് നിൽക്കണ പോലെ വെള്ളത്തിലിരിക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ തേങ്ങ വരും, ഓരോരുത്തർ തേങ്ങ ചാടി പിടിക്കും. ചില ആൾക്കാർ വല എറിയും, ചില ആൾക്കാർ തടയണ ആറ്റത്തിടും, തണ്ടാടി ഇടും, ചൂണ്ടലിടുന്ന കുട്ടികളും ഉണ്ടാവും. മഴക്കാലമായി കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു ഇതാണ് അല്ലേ. ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷം വേനൽക്കാലം കേട്ടോ. വേനൽക്കാലം കണ്ടാവും. ഒരു വേനൽക്കാലം അപ്പോൾ ആ നിൽക്കുന്നിടത്ത് കൂടെ ഒക്കെ വെള്ളമാക്കാരം കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ആ പീടിയൊക്കെ ഇപ്പോൾ പൊളിച്ചു പോകും. ഇത് ഈ പുള്ളിയുടെ അടുത്ത് കൂടെ ഒക്കെ വെള്ളം, ഈ ബൈക്ക് നിൽക്കുന്നിടത്ത് കൂടെ ഒക്കെ വെള്ളം തന്നെ കാരണം. അങ്ങോട്ട് ആ പീടിയൊക്കെ പൊളിച്ചു പോകട്ടെ. ആ കാണുന്ന പീടികളൊക്കെ അവിടെ നിന്ന് മാറ്റും. ഇതെന്ത് രസമാണ് ഇപ്പോൾ അല്ലേ. എത്ര ആൾക്കാർ വന്ന് കുളിച്ച് കളിച്ച് ചിരിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്ന് പോകണമൊക്കെയൊക്കെ. ചെക്കന്മാർ വരുന്നു പോണു. എത്ര ആൾക്കാരാണ് വന്ന് പോകണം. അത് അൽ-അസ്ഹർ കോളേജ് കേട്ടോ, ഹിഫ്ളുൽ ഖുർആൻ കോളേജ് കുട്ടികളെ. ഇതൊക്കെ മുമ്പ് വീഡിയോ എടുത്താണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇടണമെന്ന് മാത്രം. എപ്പോഴും ഈ ചെക്ക് ഡാമെന്ന് ഇട്ടിട്ട് ഭ്രാന്തായി. പക്ഷെ എന്താ വെച്ചാൽ വരുന്നവരും പോകുന്നവരൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ വ്യത്യാസം, അതുകൊണ്ടൊക്കെ ഇങ്ങനെ മാറി ഇടുക കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണമെന്ന് ഇപ്പം ഇതിൽ വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇടണമെന്നല്ലേ. വെറുതെ ഒരു രസമല്ല, ചുമ്മാ ആൾക്കാർക്ക് കണ്ടിരിക്കുക, എനിക്കും കണ്ടിരിക്കുക ഒക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടുന്നതാട്ടോ. നല്ല ഇതുമെന്ന് വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇടണമല്ല. വരുമാനത്തിന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ വരുമാനം കിട്ടണം വെച്ചിട്ട് ഇടണമെന്നല്ല. വേറെ വരുമാനമൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഗൾഫിൽ പോകും, ഒരു കൊല്ലം കഴിയും ഗൾഫിൽ പോകാൻ. ഒരു കൊല്ലം കഴിയാതെ ഞാൻ ഗൾഫിൽ പോകൂല കേട്ടോ. 5 കൊല്ലത്തിന് പാസ്പോർട്ടിൻ്റെ ക്യാൻസലാണ്. ചെറുക്കന്മാർ ഇരിക്കണ്ടില്ലേ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ പോലെ കണ്ടിരിക്കണം. അവർക്കൊന്നും വിഷയമല്ല, എല്ലാവർക്കും ഒന്നും വിഷയമല്ല. ചില ആൾക്കാർക്ക് 1-2 ആൾക്കാർക്കൊക്കെ ഒഴിഞ്ഞു പോകുക, മുഖം പൊത്തുക ഒക്കെ ചെയ്യും. 99% ആൾക്കാർക്ക് വീഡിയോ എടുക്കണ യാതൊരു പ്രശ്നമില്ല. പിന്നെ പെണ്ണുങ്ങൾക്കാണ്, ചില പെണ്ണുങ്ങൾ കലിപ്പ. എന്നാൽ പുഴയിൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ വന്ന് പോലെ കുളിച്ചും ചാക്കും അലക്കും ചാക്കൊക്കെ ചെയ്യില്ല. അതൊന്നൊരു വിഷയമല്ല. എന്നാൽ ചില ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് വലിയ വിഷയമാണ് അല്ലേ. ലോകം മുഴുവൻ കാണുന്നില്ല, ലോകം മുഴുവൻ പോലെ അറിയാം. പിന്നെ കണ്ടാലെന്താ, അറിയുന്നവര് അല്ലേ ഉള്ളൂ അറിയുള്ളൂ അല്ലേ. ചില ആൾക്കാർ ഇങ്ങനെ കാണാൻ കൂടാന്ന് പറയും. വീട്ടിലിരുന്നിട്ട് പുഴയിൽ മഴ ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ. ഒരു മഴ കാണാൻ എത്ര ആൾക്കാർ കൊതിച്ചുല്ലേ. വേനൽക്കാലത്ത് തുള്ളി വെള്ളം കിട്ടായിട്ട് വെള്ളം പുഴയും കുളമൊക്കെ വറ്റിയായിരുന്നു. ഇപ്പോൾ പുഴയും കുളമൊക്കെ സജീവമാകാൻ തുടങ്ങി. നല്ല രസമാണ്. ഞാനിവിടെ ഒരു കുളം കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് വെള്ളമാകട്ടെ എന്നിട്ട് അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. നല്ല വെള്ളമാണ്. ഞാൻ കിണർ കുഴിച്ചതാണ് കേട്ടോ. കിണർ കുഴിച്ചേക്കാതെ ചെയ്യുക. കുറച്ചായപ്പോഴത്തേന് പാറയായി. അപ്പോൾ ഞാൻ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയായിരുന്നു.